ഹായ് മക്കളെ, നമ്മളൊരു രണ്ട് പ്രോബ്ലം വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ ഈസിയാണ്, അങ്ങനെയുള്ള രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവാണ്. സി എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ബി സി എന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. നമ്മൾ ആ രീതിയിൽ വരയ്ക്കുക, എ ബി സി. ആംഗിൾ എ 90. അപ്പം നമുക്ക് ഇങ്ങനെ വരയ്ക്കണം, ആംഗിൾ എ 90 ആണ്. എ ബി സി ഇങ്ങനെ വരും. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 90 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് സംശയമൊന്നുമില്ല, ഇത് 90 ഡിഗ്രിയാണ്. ഇനി എ ബി ഈസ് ഈക്വൽ ടു എ സി, നോട്ട് ദ പോയിന്റ്. നമുക്ക് ഈ രണ്ട് സൈഡുകളും ഈക്വലാണ്. നമുക്ക് രണ്ട് സൈഡും ഈക്വലായിട്ട് ഉള്ള റൈറ്റ് ട്രയാങ്കിളിനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്. മക്കളെല്ലാവരും നോട്ട് ചെയ്യുക, ഐസോസെലസ്. ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ. ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ഇങ്ങനെയാണ്. അതായത് രണ്ട് സൈഡുകൾ ഈക്വൽ ആയിട്ടുള്ള ഒരു റൈറ്റ് ട്രയാങ്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പം നമുക്കിതിനെ ഒരു ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയാം. ആംഗിൾ എ 90 ആണ്, എ ബി ഈസ് ഈക്വൽ ടു എ സി ആണ്. അങ്ങനെയെങ്കിൽ ആംഗിൾ ബി, ആംഗിൾ സി, ഈ രണ്ട് ആംഗിളും ഈ ആംഗിൾ രണ്ടും കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഈ രണ്ട് സൈഡും തുല്യമാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു വൈ തന്നെ ആയിരിക്കും, കാരണം ഈ രണ്ട് ആംഗിളും തുല്യമാണ്. ഇനിയും നമുക്കറിയാം, ടോട്ടൽ ആംഗിൾ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180. അവിടെയും നമുക്ക് സംശയമില്ല. ആംഗിൾ എ 90 ആണ്. അപ്പം നമുക്ക് 90 പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 180 ആണ്. അപ്പോൾ ബി പ്ലസ് സി എന്ന് പറയുന്നത് 180 മൈനസ് 90, ദാറ്റ് ഈസ് 90 വരും അല്ലേ. പക്ഷേ ഇവിടെ നമുക്കറിയാം, ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ആ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സിയും ആംഗിൾ ബിയും തുല്യമായതുകൊണ്ട് നമുക്ക് സി എയും ബി എന്ന് പറയാം, അല്ലെങ്കിൽ ബി എ സി എന്ന് പറയാം. ബി എ നമുക്ക് സി എന്ന് പറയാം, അല്ലെങ്കിൽ സി എ നമുക്ക് ബി എന്ന് പറയാം. കാരണം ആംഗിൾ ബിയും ആംഗിൾ സിയും തുല്യമാണ്. ബി പ്ലസ് ബി 90 അല്ലെങ്കിൽ 2b 90 വരും. അതുമല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് 90/2 45 എന്ന് വരും. ആംഗിൾ കിട്ടി. ഇവിടെ നമ്മൾ പറയുന്നു എക്സ് ഈക്വൽ ടു വൈ, ബി ഈസ് ഈക്വൽ ടു സി ആണ്. അപ്പോൾ ബി 45 ആണെങ്കിൽ നമുക്ക് സിയും 45 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് ആംഗിൾസും 45 ആണ്. നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി. അപ്പോൾ നമ്മുടെ ആൻസർ 45. ഇനി നമുക്ക് ഇതിലും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഷോ ദാറ്റ് ആംഗിൾസ് ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആർ 60 ഡിഗ്രി ഈച്ച്. സിമ്പിളായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എ ബി സി, ഇതിൻ്റെ ആംഗിൾസ് എല്ലാം 60 ഡിഗ്രി ആണെന്ന് നമ്മൾ കാണിക്കണം. നമുക്കറിയാം, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡും തുല്യമാണ്. അപ്പം നമുക്ക് പറയാം, എ ബി സി ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ സി. ഈ 3 സൈഡും തുല്യമാണ്. അങ്ങനെ വരുമ്പോൾ എ ബി ഈസ് ഈക്വൽ ടു എ സി ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം എ ബി ഈസ് ഈക്വൽ ടു എ സി ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനിയുകൊണ്ട് നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു ബി സി,
ഇവർ തമ്മിൽ ഈക്വലാണ്. അങ്ങനെ വരുമ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതും ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതും ഈക്വൽ ആയിരിക്കും. അപ്പം ഇതും എക്സ് തന്നെയായിരിക്കും, നമുക്ക് ഡൗട്ട്സ് ഒന്നുമില്ല. അപ്പം 3 ആംഗിളും സെയിം ആണ്. അപ്പം നമുക്ക് പറയാം എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 3x. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 180/3 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. നമുക്ക് എല്ലാത്തിൻ്റെ ആൻസർ കിട്ടി. ഈ എക്സ് ഇത് 60 ആണ്, ഇതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഇത് ഓരോന്നിൻ്റെയും ആംഗിള് 60 ഡിഗ്രി. എക്സാമിനേഷൻ ചോദിക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ സാറിൻ്റെ ഈ കറക്റ്റായിട്ട് സാറ് പറയുന്ന ഈ വീഡിയോസ് എല്ലാം ക്ലിയർ ആയിട്ട് മക്കൾ കാണണം. എന്നിട്ട് നോട്ട്സ് ആയിട്ട് എഴുതുക. അതുപോലെ തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം.